ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പുകാലം നമ്മുടെ ആത്മീക പരിശോധനയ്ക്കും ദൈവത്തോടടുക്കുന്നതിനുമുള്ള മഹത്തായ 40 ദിവസങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും വേണം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. Today's meditation is based on Isaiah chapter 9 verses 1 to 7. ഈ വേദഭാഗം നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രത്യാശയും പ്രകാശവുമാണ് തുറന്നു കാണിക്കുന്നത്. This passage reveals a message of hope and light before us. ഇരുളിൽ അടിച്ചിരിക്കുന്ന ഹൃദയങ്ങളിൽ ഒരു മഹത്തായ വെളിച്ചം വരികയും അടിമത്തത്തിലേക്ക് വീണ ആത്മാക്കളെ മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ വചനത്തിന്റെ അർത്ഥവും അതിന്റെ മഹത്വവും ഒരുമിച്ച് മനസ്സിലാക്കാം. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. യെശയ്യാ 9:2 പറയുന്നു, ഇരുട്ടിൽ നടക്കുന്ന ജനങ്ങൾ വലിയൊരു വെളിച്ചം കണ്ടു. മരണം എന്ന നിഴലിന്റെ ദേശത്ത് വസിക്കുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ ആക്രമണത്തിന്റെ ബന്ധനങ്ങളിലായിരുന്നു. പാപം അവരെ മനസ്സും ശരീരവും ബന്ധിപ്പിച്ചു. അവർക്കൊരു പ്രത്യാശ വേണമായിരുന്നു. അതിന് യേശുവിൽ പൂർത്തീകരണം കിട്ടുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15-16 യേശു ഗലീലയിൽ തന്നെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ യെശയ്യായുടെ പ്രവചനം നിവർത്തിയാകുവാൻ ഇടവന്നു. യേശു വരുമ്പോൾ ഇരുട്ടിലായിരുന്ന ജനങ്ങൾ ഒരു വലിയ വെളിച്ചം കണ്ടു. അതുപോലെ നോമ്പുകാലം നമ്മുടെ ഹൃദയത്തിലേറിട്ട് ദൈവത്തോട് സമർപ്പിക്കാം. യേശു എന്ന വെളിച്ചം നമ്മെ നയിക്കും. When Jesus came, those who were in darkness saw a great light. Likewise, during this Lent season, we must surrender our inner darkness to God. Jesus, the light, will lead us. രണ്ടാമതായി, യേശു സമാധാനത്തിന്റെ രാജാവ്, ജീസസ് ദ പ്രിൻസ് ഓഫ് പീസ്. ജീവിതത്തിൽ ഒരു വഴിയും ഇല്ലെന്ന് തോന്നുന്ന സമയങ്ങളുണ്ടാകും. മനസ്സ് ശാന്തിയാൽ ചിന്തയാൽ നിറയും. നമുക്കൊരു വിശ്വാസത്തിന്റെ ആശ്രയം വേണം. There will be times in life when we feel lost. Our hearts may be filled with restlessness and worry. We need a foundation of faith. അപ്പോൾ നമ്മൾ ആരിൽ ആശ്രയം തേടണം? Where should we seek refuge? യെശയ്യാ 9:6-7 ഒരു വലിയ പ്രത്യാശയുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുവിന് ഒരു വലിയ പേരുണ്ട്, സമാധാനത്തിന്റെ രാജാവ്. ജീസസ് ഇസ് ദ പ്രിൻസ് ഓഫ് പീസ്. യേശു അശാന്തിയിലും നമ്മെ നയിക്കും. യേശു കഷ്ടങ്ങളിൽ നമ്മെ ശാന്തമാക്കും. നോമ്പുകാലം സമാധാനം പ്രാപിക്കാനുള്ള സമയമായിരിക്കട്ടെ. Let this Lent season be a time to receive peace. മൂന്നാമതായി, കുരിശിന്റെ വഴി, വിജയത്തിന്റെ വഴി, the way of the cross, the way of victory. യേശു കുരിശിൽ മരിച്ചു, പക്ഷെ അത് പരാജയമല്ല, വിജയത്തിന്റെ വഴിയായിരുന്നു. Jesus died on the cross, but it was not a defeat, it was a path to victory. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, അത് തന്നെയാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുരിശിനോട് സമർപ്പിക്കാം. കുരിശിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഉണർവും വിജയം ഉണ്ടാകും. യെശയ്യാ 9:7 പറയുന്നു, അവന്റെ ആധിപത്യവും സമാധാനവും അവസാനമില്ലാത്തതായിരിക്കും. അവൻ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. യേശു രാജാവാണ്. കുരിശിൽ ജയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ വിജയിക്കും. We will face troubles and sufferings in life, but in God's love, we will have victory. ഈ നോമ്പുകാലത്ത് കാൽവരിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജം നമുക്ക് നേടിയെടുക്കണം. ഇടറിയ കാലടിയോടെ രക്തമൊഴുകുന്ന ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടി സഹിച്ച് സഹനത്തിന്റെ കാൽവരിയിലേക്ക് നടന്ന് രക്ഷകന്റെ പാതകളെ പിന്തുടരുവാൻ നമുക്ക് കഴിയണം. അവിടെ ക്ഷമയും കരുതലും പാപപരിഹാരവും പ്രത്യാശയുമൊക്കെ കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ
ദേശങ്ങൾക്കുണ്ടായ കഠിന യാതനകളും അന്ധകാരവും മാറി വെളിച്ചം പ്രകാശിച്ചതുപോലെയും ഒരു ശിശു നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ഇമ്മാനുവലായി കൂടെ നടക്കാൻ ജനിക്കുമെന്ന് പ്രവചനത്തിലൂടെയും നമുക്ക് ഈ നോമ്പ് കാലം ദൈവസ്നേഹത്തിൽ മുങ്ങി നിവരാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.